ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശിവേന്ദ്രനെ കൂടി കൂട്ടായിരുന്നു. എന്തിന്? അയാള് നമ്മുടെ വീട്ടിലെ ജോലിക്കാരൻ മാത്രോ? കൂടുതൽ അങ്ങനെ കൂട്ടൊന്നും കൂടണ്ട. നോക്കി നിൽക്കുന്നുണ്ടില്ലേ പാവം. അതെ, നമ്മള് വന്നിരിക്കുന്ന എന്തിനാ? അച്ഛൻ തിരിച്ചു വരാനുള്ള പൂജയ്ക്ക് വേണ്ടിയാ. നമ്മളിപ്പോ അത് ഭംഗിയായി ചെയ്തിട്ട് തിരിച്ചു പോണം. മക്കളിപ്പോ അത് മാത്രം ചിന്തിച്ചാ മതി. ഈ പൂജ ചെയ്താ അച്ഛൻ തിരിച്ചു വരുമോ? വരും. അതിനു വേണ്ടിയല്ലേ നമ്മളിവിടെ വന്നത്. കണ്ടില്ലേ അമ്മേ, കുട്ടികളുടെ മനസ്സിലും ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെയാ. ഈ പറയുന്നത് പോലൊന്നും അല്ല. വിഷ്ണുവേട്ടന് ഞങ്ങളെ വിട്ടൊന്നും പോവാൻ പറ്റില്ലമ്മേ. എന്തൊക്കെ തെളിവുകൾ ആരൊക്കെ നിരത്തിയാലും എന്റെ മനസ്സ് പറയുന്നു, ഒരു ദിവസം നമ്മളെ കാണാൻ എന്റെ വിഷ്ണുവേട്ടൻ വരും. നമ്മുടെ വിശ്വാസം അത് നമ്മുടെ ഉള്ളിൽ അങ്ങനെ തുടരട്ടെ. ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോവാം. പിന്നീട് അത് വലിയൊരു ദുഃഖമായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയാ മോളെ. വാ വാ മക്കളെ, വാ. തിരുമേനി, ഈ കുട്ടികളെ കൊണ്ടാ ബലിയിടിക്കേണ്ടത്. അതിന് അപാകതകളൊന്നുമില്ലല്ലോ. ബലിതർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കളോടും പൂർവികരോടും കടം വീട്ടാനുള്ള ഒരു മാർഗം. പുത്രൻ ബലിയിടുമ്പോ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുമെന്നും ആ കടം വീടുമെന്നുമാണ് വിശ്വാസം. പുത്ത് എന്ന് പേരുള്ള നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യുന്നവൻ ആരോ അവനാണ് പുത്രൻ. മരണാനന്തരം ആത്മാവ് പരലോകത്തു നിന്ന് പിതൃലോകത്തേക്ക് എത്തുന്നതിനും അവിടെ അവർക്ക് ഊർജം ലഭിക്കുന്നതിനും പുത്രൻ നൽകുന്ന പിണ്ഡം സഹായിക്കുമെന്നാണ് സങ്കല്പം. പുരാതന കാലത്ത് പുത്രന്മാർക്ക് മാത്രമാണ് ഇതിന് അധികാരമുണ്ടായിരുന്നതെങ്കിലും ഇന്നത്തെ കാലത്ത് പെൺമക്കളും അടുത്ത ബന്ധുക്കളുമൊക്കെ പിതൃതർപ്പണം നടത്താറുണ്ട്. കുട്ടികളെ തൊഴിപ്പിച്ച് ഒരു തോർത്ത് വട്ടം ചുറ്റി വേണം വരാൻ. ശരി തിരുമേനി, വാ മക്കളെ. തിരുമേനി, എന്റെ വിഷ്ണുവേട്ടൻ മരിച്ചതായിട്ട് ഞങ്ങൾക്കാർക്കും ഉറപ്പില്ല. ഒരു ജ്യോത്സ്യര് പറഞ്ഞതനുസരിച്ച് ഈ കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. പോലീസ് അന്വേഷിച്ചപ്പോ ഇതുപോലെ ഒരാളുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയെന്ന് മധുരയിലെ ഒരു ആംബുലൻസ് ഡ്രൈവർ പറയുകയും ചെയ്തു. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. എന്തെങ്കിലും ഒരിക്കലും ഞങ്ങളെ കാണാൻ വേണ്ടി വരും. ആ ഒരു ഉറപ്പില്ല ഞാൻ മുന്നോട്ട് പോകുന്നത്. അത്രയും ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു ചടങ്ങ് വേണോ കുട്ടി? അമ്മയുടെ നിർബന്ധ, ഇനി തടയാൻ പറ്റില്ല. അപ്പോൾ കുട്ടികളെ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ബലിയിടിക്കാൻ പോകുന്നത്? അച്ഛൻ തിരിച്ചു വരാനുള്ള പൂജ.